ഉമ്മൻചാണ്ടിയെ പ്രതിരോധത്തിലാക്കി സോളാർ കേസ് പ്രതി സരിത എസ് നായർ കസ്റ്റഡിയിൽ വെച്ച് എഴുതിയ കത്ത് പുറത്തായി. ഉമ്മൻചാണ്ടി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് സരിത കത്തിൽ വെളിപ്പെടുത്തുന്നു. ക്ലിഫ് ഹൗസിൽ വെച്ചാണ് മുഖ്യമന്ത്രി പീഡിപ്പിച്ചതെന്നും സരിതയുടെ കത്ത്. കേന്ദ്രമന്ത്രിമാർക്ക് കാഴ്ചവെക്കാൻ രമേശ് ചെന്നിത്തലയുടെ PA ശ്രമിച്ചെന്നും കത്തിൽ സരിത പറയുന്നു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PS സലിം ഗുരുതരമായ ആരോപണങ്ങൾ ഇത്തരത്തിൽ ഉയരുമ്പോൾ അവിടെ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം, നടപടികൾ ഉണ്ടാകുമോ ഒരു സർക്കാരിൽ നിന്ന്? ഞാനായാലും താങ്കളായാലും ഏതൊരു സാധാരണക്കാരനും ഇപ്പോൾ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യം അതായിരിക്കും. എന്തായിരിക്കും താങ്കൾ അതിന് ഉത്തരമായി നൽകുക? ഇന്നും താങ്കൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് സംസാരിച്ചിരുന്നു അല്പസമയം മുമ്പ് വരെ. ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ നടപടി ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം, കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു സാമ്പത്തിക ആരോപണത്തിൽ UDF ഗവൺമെന്റ് സ്വീകരിച്ച നീതിപൂർവമായ നടപടികളുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഇന്ന് കേരളത്തിലെ ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു മഞ്ഞ പത്രത്തിന്റെ നിലവാരം പോലുമില്ലാത്ത ഈ ഒരു കത്ത്. ഏറ്റവും കൃത്യമായി LDF ഗവൺമെന്റ് ക്ലീൻ ചിറ്റ് നൽകിയ ബിജു രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു ഹാർഡ് കോർ ക്രിമിനലിനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് ജയിലിലടയ്ക്കാൻ കഴിഞ്ഞത് ഈ ഗവൺമെന്റ് ഒരു പാവപ്പെട്ട സ്ത്രീക്ക് നൽകിയ, അവരുടെ മരണശേഷം നൽകിയ ഏറ്റവും വലിയൊരു നീതിയായിരുന്നു. ആ ബിജു രാധാകൃഷ്ണനാണ് ഗസ്റ്റ് ഹൗസിൽ 1 മണിക്കൂറോളം താങ്കളുടെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയത്. അല്ല, അതിനുശേഷമാണല്ലോ ബിജു രാധാകൃഷ്ണനെ ഈ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യിച്ച് വിചാരണ ചെയ്യിച്ച് ആ കൊലപാതകത്തിന്റെ പിന്നിലുള്ള മുഴുവൻ തെളിവുകളും ശേഖരിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് നിങ്ങൾ ഗസ്റ്റ് ഹൗസിൽ വന്ന് കണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ കാണാൻ ആർക്കും കഴിയില്ല. അതൊന്നും ഒരു ഇതുമായി ബന്ധപ്പെടുത്തി സംസാരിക്കണ്ട. കേരളത്തിലെ കോടതികളിൽ നിരന്തരമായി കയറിറങ്ങുകയും ചില കേസ് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. താങ്കൾ മറന്നുപോയെങ്കിൽ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ പറയുന്നത്. അതേ മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാനിത് ഒരിക്കലും ലോകം തകർന്നാൽ വരെ ഞാൻ പുറത്തു പറയില്ല. സ്വകാര്യതയാണ്. ഒരു മുഖ്യമന്ത്രിക്ക് ക്രിമിനലുകളുമായി എന്ത് സ്വകാര്യതയാണ് അഡ്വക്കേറ്റ് PS സലിം? ആ സ്വകാര്യതയുടെ ബാക്കി പത്രമാണ് ഈ കത്തിൽ 3-ാമത്തെ പേജിൽ സരിത വിവരിക്കുന്ന കാര്യങ്ങൾ. അല്ല പ്രതിഭേ, ആ ഒരു സ്വകാര്യത ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. പ്രദീപൻ ഒഴിച്ച്. പക്ഷെ അത് നമുക്ക് ഉറങ്ങുന്ന ഒരാളെ വിളിച്ചുണർത്താൻ കഴിയുള്ളൂ. അത് ഉമ്മൻചാണ്ടി അത് പറയില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു മാന്യതയും മഹത്വമായി നമ്മൾ കണ്ടാൽ മതി. എനിക്കറിയില്ല ചില ആൾക്കാർക്കൊക്കെ അറിയില്ല അഡ്വക്കേറ്റ് PS സലിം നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ. ഒന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കേൾക്കാൻ എല്ലാവർക്കും അവസരം ഉണ്ടായിരിക്കും. ആ അവസരം മുഖ്യമന്ത്രി സമൂഹത്തിന് നിഷേധിക്കുന്നത് കൊണ്ടാണ് ബിജു രാധാകൃഷ്ണന്മാരും സരിത എസ് നായർ ആൾക്കാരും ഇതുമാതിരി കത്തുകളിൽ ഇങ്ങനെ വിവരിക്കുന്നത്. ക്ലിഫ് ഹൗസ് ചരിത്രം, കേന്ദ്രമന്ത്രിമാരുടെ ചരിത്രം, സംസ്ഥാന മന്ത്രിമാരുടെ ചരിത്രം. ആ നാണക്കേട് ഒഴിവാക്കാമായിരുന്നു മുഖ്യമന്ത്രിക്ക് പരസ്യമായ പ്രതികരണത്തിലൂടെ. ഇത്തരം ക്രിമിനലുകൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവര് കൃത്യമായി നെയ്തുണ്ടാക്കുന്ന ഇത്തരം നാണക്കേടുകൾ ഒഴിവാക്കിയുള്ള ഒരു നേട്ടവും മുഖ്യമന്ത്രിക്ക് വേണ്ട. കാരണം അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും അവർക്ക് നിയമത്തിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടേണ്ട, അതല്ലെങ്കിൽ അവര് കമ്മിറ്റ് ചെയ്ത ഒഫൻസസ് സപ്രസ് ചെയ്ത് അവർക്ക് നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ അനുവദിക്കാത്രത്തോളം കാലം ഇത്തരം നാണക്കേട് ഒഴിവാക്കാൻ ഒരു ഗവൺമെന്റിനും ആ ഗവൺമെന്റ് നയിക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കഴിയില്ല എന്ന യാഥാർത്ഥ്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഫേസ് ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാണ്. കേരളം കൃത്യമായി ഇത്തരം വില കുറഞ്ഞ ഒരു ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട ഈ മഞ്ഞക്കടലാസുകൾ കൃത്യമായി കാലം അത് ചവറ്റുകുട്ടയിൽ തന്നെ വലിച്ചെറിയും. PS സലിം, കേരളത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എല്ലാവർക്കും അറിയാം. മറ്റു പ്രതിപക്ഷ പാർട്ടികളെ ഒന്നും ഞാൻ പറയുന്നില്ല. കോൺഗ്രസിന്റെ നേതാക്കളുടെ ചരിത്രം, എത്രയോ മഹാരഥന്മാർ ഇരുന്ന കസേര, അത് ഏതൊക്കെ സ്ഥാനത്തെ ആകട്ടെ, എനിക്ക് ചോദിക്കാനുള്ളത് മഞ്ഞക്കടലാസിന്റെ ചില സാധ്യതകൾ, അതിന്റെ നിറത്തിന്റെ കരുത്ത്, ആ മഞ്ഞയുടെ കരുത്ത് എന്തേ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും അതോടൊപ്പം കേന്ദ്രമന്ത്രി ബലാത്സംഗം ചെയ്തു എന്ന് സമൂഹത്തിൽ ഒരു സ്ത്രീയൊക്കെ പറയേണ്ടി വരുമ്പോൾ താങ്കൾ എന്താണ് അഡ്വക്കേറ്റ് PS സലിം പറയുന്നത്? രാഷ്ട്രീയ കേരളത്തിന് ഒരു ചരിത്രമുണ്ട് PS സലിം. അല്ല, പ്രതിവിന്റെ ചോദ്യത്തിൽ കൃത്യമായ ഉത്തരവുണ്ട്. എന്തുകൊണ്ട് ഇവർ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ മാത്രം
ഇപ്പോൾ പറയുന്നു. വളരെ കൃത്യമാണ്. മാസങ്ങൾക്ക് മുമ്പ് CPM-നെതിരായി ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീ, അന്ന് ആരോപണം ഉന്നയിച്ചപ്പോൾ VS അച്യുതാനന്ദൻ സരിതയെ കുറിച്ച് പറയാൻ എന്താ പ്രതിയിലെ ഓർമ്മയുണ്ടോ? VS അച്യുതാനന്ദൻ അന്ന് സരിതയെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. അല്ല, ഇല്ല. താങ്കൾ ചോദിക്കുന്നു ഓർമ്മയുണ്ടോ ഇല്ല എന്നും താങ്കൾ മറുപടി പറയുമ്പോൾ VS അച്യുതാനന്ദൻ ചോദിച്ചതും CPIM-ന്റെ നേതാക്കന്മാർ ചോദിച്ചതും ഒക്കെ പീപ്പിൾ ടിവിയിൽ ഇങ്ങനെ ചോദിക്കാൻ നല്ല രസമായിരിക്കും. എന്റെ ചോദ്യം കോൺഗ്രസുകാരനായ KPCC സെക്രട്ടറിയായ ഒരു മണിക്കൂറിന് മുമ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന അഡ്വക്കേറ്റ് PA സലീമിനോടാണ്. സരിത എഴുതി ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന ഈ കത്ത്, അതിലെ 3 പരാമർശങ്ങളാണ് എനിക്ക് താങ്കളോട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്നെ ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ലൈംഗികമായി പീഡിപ്പിച്ചു. മുൻ കേന്ദ്രമന്ത്രി സംസ്ഥാനത്തൊരു മന്ത്രിയുടെ വസതിയിൽ വെച്ച് എന്നെ ബലാത്സംഗം ചെയ്തു. പല കേന്ദ്രമന്ത്രിമാരുമായി കിടക്ക പങ്കിടാൻ രമേശ് ചെന്നിത്തലയുടെ PA എന്നെ നിർബന്ധിച്ചു. മറുപടിയുണ്ടോ PA സലീം? VS അച്യുതാനന്ദന്റെയും CPIM നേതാക്കളുടെയും ഒക്കെ കാര്യം തെരഞ്ഞെടുപ്പ് ഗോതയിൽ താങ്കൾ പ്രസംഗിക്കൂ. ഇത് മാധ്യമത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു, വസ്തുതയുടെ അടിസ്ഥാനത്തിൽ. താങ്കൾക്ക് മറുപടിയുണ്ടോ? അല്ല, എന്നോട് പ്രദീപ് ചോദിച്ചു എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് എതിരായി മാത്രം എന്ന് ഞാൻ ചോദിച്ചില്ല. എന്നല്ല ഞാൻ ചോദിച്ചത്. താങ്കൾക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയും KPCC പ്രസിഡന്റുമാരുടെയും ആഭ്യന്തരമന്ത്രിമാരുടെയും ചരിത്രം, ആ പേരുകൾ എനിക്ക് പറയേണ്ട കാര്യമില്ല. ആ ചരിത്രം കോൺഗ്രസിനുള്ളപ്പോൾ എന്തുകൊണ്ട് താങ്കൾ പറയുന്നു ഒരു മഞ്ഞക്കിളിയാണെന്ന്, അഭിസാരികയാണെന്ന്? ഒരു അഭിസാരികമാരും ഇതുവരെ പറഞ്ഞില്ലല്ലോ PA സലീം ഒരു മുഖ്യമന്ത്രിക്കെതിരെ. ഒരു സ്ത്രീയെ കുറിച്ചും ആ വാക്ക് ഉപയോഗിക്കാൻ എന്റെ സംസ്കാരം അനുവദിക്കില്ല. ഞാൻ പറയില്ല. പക്ഷേ പറയുന്നത് ആരാണെന്ന് അറിയാനും അവർ എഴുതുന്ന കാര്യങ്ങൾ ഞാൻ പ്രതിയോട് ചോദിച്ചിട്ട് ഒരു ഓഫ് റെക്കോർഡായി ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണ്. ഈ സരിത എഴുതിയെന്ന് പറയുന്ന കത്തുകളെ കുറിച്ച് എത്രയോ വ്യാഖ്യാനങ്ങൾ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. വ്യാഖ്യാനങ്ങളല്ല, വിവരങ്ങൾ. വിവരങ്ങൾ മുതൽ വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. ആ പേരുണ്ടോ ഈ പേരുണ്ടോ എന്നൊക്കെ ചോദിച്ച് കേരളത്തിലെ മാധ്യമ ലോകത്ത് എത്രയോ കാലങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടു. ഞാൻ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഒപ്പം നിൽക്കുന്ന ശ്രീ R ബാലകൃഷ്ണമുള്ള അസന്നിഗ്ധമായി പറഞ്ഞല്ലോ, സരിത എഴുതിയ കത്ത് ഞാൻ കണ്ടതാണ്, അതിൽ മുഖ്യമന്ത്രിയുടെ പേരില്ല എന്ന് R ബാലകൃഷ്ണൻ പറഞ്ഞാണല്ലോ. ഇത് നിങ്ങളോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന R ബാലകൃഷ്ണമുള്ള എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇടതുമുന്നണി ഞങ്ങള് തീവ്രമായി അഡ്വക്കേറ്റ് PA സലീം ബാലകൃഷ്ണ പിള്ളയെയോ ഗണേഷ് കുമാറിനെയോ അവരുടെയൊക്കെ വെള്ളപൂശലോ അവരുടെയൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ആരോ ആകട്ടെ. അല്ല, താങ്കൾ കേൾക്കൂ. നമുക്കൊരു ഭരണഘടനയുണ്ട്, നമുക്ക് നിയമമുണ്ട്. അവിടെ ഒരു ലോക്കൽ, ഒരു കോമൺ സിറ്റിസൺ, ബാക്കിയൊക്കെ കളയൂ, ഒരു കോമൺ സിറ്റിസൺ ഒരു മാധ്യമത്തിന് മുന്നിൽ, താങ്കൾ മാധ്യമങ്ങളുടെ അമിതാവേശവും ഒരു മാധ്യമ പ്രവർത്തകരുടെ അമിതാവേശവും ഒക്കെ പറയുകയാണല്ലോ. ഒരു സ്ത്രീ, ഞാൻ പറയട്ടെ അഡ്വക്കേറ്റ് PA സലീം, ഒരു സ്ത്രീ ഞാൻ ബലാത്സംഗത്തിന് ഇരയായി എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത് അഡ്വക്കേറ്റ് PA സലീം? ഞാൻ കേട്ടത് ഈ ബലാത്സംഗം എന്ന വാക്കല്ല ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ ഇന്നത്തെ ചാനൽ ചർച്ചയിൽ ഞാൻ കണ്ടില്ല. ഞാൻ കേട്ടത് അങ്ങനെയല്ല. പറയൂ, താങ്കൾ പറയൂ, എന്താണ് കേട്ടത്? ഒന്ന് നമ്മളൊക്കെ നിയമം പിടിച്ചവരാണല്ലോ. റേപ്പ് എന്ന വാക്കിന് ഒരു സിമ്പിളായ ഒരു അർത്ഥമുണ്ട്. എന്തിനാണ് ബലാത്സംഗം? റേപ്പ് അറ്റ്ലീസ്റ്റ് വിതൗട്ട് ദി കൺസെന്റ് ഓഫ് ദി വിക്ടിം എന്നൊരു ജനറൽ പ്രിൻസിപ്പിൾ അതിലുണ്ട്. അത് ഞാൻ പറയട്ടെ അഡ്വക്കേറ്റ് PA സലീം, ഞാനൊന്ന് പറയട്ടെ. നിയമമാണ് നമ്മൾ രണ്ടുപേരും ചർച്ച ചെയ്യുന്നതെങ്കിൽ ബലാത്സംഗം എന്ന വാക്കിന് താങ്കൾ ഏത് മാനങ്ങൾ കാണുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ വിത്തൗട്ട് ദി കൺസെന്റ്, ഞാൻ പറയാം വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് എ ലേഡി ഈവൻ എ മാൻ ടച്ചസ് ഹിസ് ബോഡി, അതും വരും വിവക്ഷകളിൽ. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്ന മറ്റു പല അതിന്റെ വിശദാംശങ്ങളും നമുക്ക് ചർച്ചയിലേക്ക് പോകണ്ട. താങ്കൾ പറഞ്ഞിടത്ത് നിന്ന് തന്നെ ഞാൻ അംഗീകരിക്കുകയാണ്. താങ്കളാണല്ലോ, ഞാനല്ല പറഞ്ഞത്, താങ്കളാണ് പറഞ്ഞത് എന്താണ് റേപ്പിന്റെ വിവക്ഷ. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നു ഇന്ന ദിവസം ഇന്നാർ എന്നെ ഇന്നത് ചെയ്തു എങ്കിൽ
ഒരു സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? എത്രയും വേഗം എന്ത് നടപടി സ്വീകരിക്കണം? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വൈ ഷുഡ് ഷീ കം ടു ദ കോർട്ട്സ്? അവർക്ക് പറയാമല്ലോ, അവർക്ക് ഇതിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ അവർ ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു കാലതാമസം ഇടപെടിക്കുകയാണ് താങ്കൾ. വൈ ഷുഡന്റ് ഷീ കം ടു ദി കോർട്ട് എന്ന് താങ്കൾ ചോദിക്കുന്നു. അപ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഫോർ വാട്ട് പർപ്പസ് ആൻ എലക്ടഡ് ബോഡി ഈസ് ഹിയർ? അല്ല, എലക്ടഡ് ബോഡിയുടെ ചുമതല അതല്ലല്ലോ. പിന്നെ ഞാനൊന്ന് ചോദിക്കാം, താങ്കളെ വഴിക്ക് വരുന്ന വഴി എനിക്ക് അതിനോടാണ് ചോദിക്കാനുള്ളത്. പി എസ് സലീം, താങ്കൾ വരുന്ന വഴിക്ക് ഒരാൾ താങ്കളെ അടിച്ചാൽ താങ്കൾ കോടതിയിലാണോ പോകുന്നത്, പോലീസ് സ്റ്റേഷനിലേക്കാണോ പോകുന്നത്? തന്നല്ലോ. ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് അതിൻ്റെതായ നിയമപരമായ കാര്യങ്ങളുണ്ട്. താങ്കളെ പോലെയുള്ള ഒരു അഭിഭാഷകനും രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയുടെ വക്താവും ഒക്കെ ആയിരിക്കുന്ന ആൾക്ക് എങ്ങനെ പറയാൻ കഴിയും എന്തുകൊണ്ട് ഇവർ കോടതിയിൽ പോകുന്നില്ല? താങ്കൾ എന്തേ പറയാത്തത്? മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നു. ആത്മാർത്ഥതയുള്ള നേതാവാണ് ഈ മുഖ്യമന്ത്രിയെങ്കിൽ, ആഭ്യന്തരമന്ത്രിയെങ്കിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യണം. എന്തുകൊണ്ട് താങ്കൾ പറയുന്നില്ല? അല്ല, മാസങ്ങൾക്ക് മുമ്പ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ. ഈ പറയുന്ന നിങ്ങൾ ഈ കത്തെഴുതിയതായി ആരോപിക്കപ്പെടുന്ന സരിതാ നായർ മുഖ്യമന്ത്രിക്കെതിരായി മാസങ്ങൾക്ക് മുമ്പ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ, ഒരു സാമ്പത്തിക ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ. ഈ സാമ്പത്തികം വേറെ, അങ്ങനെയാണെങ്കിൽ ഇതും പറയണമെന്നായിരിക്കും. അല്ല, അന്ന് പറയാതിരുന്ന കാര്യങ്ങൾ ഇന്ന് പറയുമ്പോൾ അതാണ് VS സുനിൽകുമാർ പറഞ്ഞ അഡ്വക്കേറ്റ് പി എസ് സലീം ദയവായി 45ഉം 50ഉം വയസ്സുള്ള മക്കളുടെ DNA പരിശോധന, എന്റെ പിതൃത്വം തെളിയിക്കാൻ 90 വയസ്സിലും പോയ നേതാക്കൾ, ആ മക്കൾ പിതൃത്വം തെളിയിച്ച ചരിത്രവും കേരളത്തിനല്ലെങ്കിലും ഉത്തര കേരളത്തിനുണ്ട്. ചില നേതാക്കൾക്ക് പേര് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഇന്ന ദിവസം പറയണമെന്നും ഇന്ന ദിവസം പറയരുതെന്നും ഒക്കെ പറഞ്ഞാൽ താങ്കളെപ്പോലെ ഒരു നേതാവ് കഷ്ടമെന്നേ പറയേണ്ടതുള്ളൂ. PS സലീം, ഇതിലൊരു ലോജിക്കില്ലേ, ഇതിലൊരു സാമാന്യ ബുദ്ധിയില്ലേ? ഇതിലൊക്കെ ആർക്കും കിട്ടേണ്ട ഒരു ന്യായമായ പരിഗണന കിട്ടണ്ടേ? ആരോപണ വിധേയർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം കണ്ടുരസിക്കുന്ന ഒരു സാഡിസ്റ്റിക് പ്രഷർ, അതിനാണ് ഇവിടെ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ബലിയാടാവുന്നത്. അതിനാണ് ഇതിനൊക്കെ ഒരു സാമാന്യ ബുദ്ധിയുടെ, ഒരു ലോജിക്കിന്റെ ഒക്കെ പ്രശ്നം ഇതില്ലേ? ഒരാൾക്കെതിരെ പറയുന്നതിന് ഒരു പരിധിയില്ലേ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ സദാചാര മൂല്യങ്ങൾക്കെതിരായി അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആരെയും വ്യക്തിപരമായി തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം എലിമെന്റ്സിനെ വെച്ച് കളിക്കുന്ന ഈ രാഷ്ട്രീയം, അത് കേരളത്തിൽ കോൺസിക്വൻസ് ഉണ്ടാക്കും. അഡ്വക്കേറ്റ് പി എസ് സലീം, ഈ കക്ഷികളൊക്കെ അല്ലേ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 24 മണിക്കൂർ കടന്നു കയറിയതും തെറ്റുകാരെ ഞാൻ ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ PAയും ഗൺമാനെയും അടക്കം തള്ളിപ്പറഞ്ഞത് മുഖ്യമന്ത്രിയല്ലേ? ഈ ആൾക്കാർക്കൊക്കെ എങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിലസാൻ സാധിച്ചു? അതേ ആൾക്കാരാണ് പറയുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാമ്പത്തിക ഇടപാട് മാത്രമല്ല ശാരീരിക ഇടപാടും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ചർച്ചയിൽ ആരെയും വെള്ളപൂശുന്നില്ല. സാമ്പത്തിക ഇടപാടെന്ന് നിങ്ങളടക്കമുള്ളവർ പറയുമ്പോൾ ശാരീരിക ഇടപാട് അഡീഷണലായി വരുന്നു, പേരുകളും വരുന്നു. കുഞ്ഞു കുഞ്ഞു പേരുകളല്ല, പരൽമീനുകളല്ല, വമ്പൻ സ്രാവുകൾ. അവിടെ മുഖ്യമന്ത്രിയും ക്ലിഫ് ഹൗസും സംസ്ഥാനത്തെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയും ഒക്കെയാ പരാമർശിക്കപ്പെടുന്നത്. താങ്കളിലേക്ക് വരാം. ദയവായി തുടരുക അഡ്വക്കേറ്റ് PS സലീം. ശ്രീരാമകൃഷ്ണൻ കൂടി ചേരുന്നു. ശ്രീരാമകൃഷ്ണൻ, PS സലീം ഇപ്പോൾ പറയുന്നു, അദ്ദേഹം KPCC സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രിയുടെ വക്കാലത്തെടുത്ത് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഈ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പലതും പറയാൻ സാധിക്കും. ഇതിനൊക്കെ പുറകെ മാധ്യമങ്ങളും പ്രതിപക്ഷവും പോകുന്നത് ഔന്നത്യക്കുറവിന്റെ ലക്ഷണമാണ്. ഭാവി കേരളം ഇതാ വലിയൊരു കുഴിത്തണ്ടിലേക്ക് പോകാൻ പോകുന്നു. ശ്രീരാമകൃഷ്ണൻ, ശ്രീരാമകൃഷ്ണൻ കേൾക്കാമോ? പറയൂ. ഈ വാർത്തകൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 2013 ജൂലൈ 19 സരിത എഴുതിയ കത്തിലെ ഏറ്റവും പുതിയ പരാമർശങ്ങൾ സരിത സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തു വരുന്നു. ആ കത്തിലെ കൈപ്പട എന്റേതാണ്. ആ കത്തിൽ പറയുന്നത്, ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നെ ശാരീരികമായി പീഡിപ്പിച്ചു. ഒരു കേന്ദ്രമന്ത്രി
സംസ്ഥാന മന്ത്രിയുടെ വസതിയിൽ വെച്ച് എന്നെ ബലാത്സംഗം ചെയ്തു. കേന്ദ്രമന്ത്രിമാർക്ക് കാഴ്ചവെക്കാൻ രമേശ് ചെന്നിത്തലയുടെ PA നിർബന്ധിച്ചു. അഡ്വക്കേറ്റ് PA സലീം KPCC സെക്രട്ടറി പറയുന്നു, സാമ്പത്തിക ഇടപാടുകൾ അടക്കം എന്തെല്ലാം ആരോപണങ്ങൾ വന്നു, തെളിയിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ അതെല്ലാം. ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് കേരള സമൂഹത്തിന്റെ ഔന്നത്യം കുറയ്ക്കുമെന്നാണ്. ഈ ഇപ്പോൾ പുറത്തു വന്ന വാർത്തയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, സരിതയുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങളെ സംബന്ധിച്ചോ അതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചോ ഉള്ള ചർച്ചകളിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. പകരം രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങൾ അവരുടെ സ്വാധീനവും ശക്തിയും അധികാരവും ഉപയോഗിച്ച് അവിഹിത മാർഗങ്ങളിലൂടെ ഇത്തരം ഗൂഢസംഘങ്ങളെ സഹായിക്കുന്നു എന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രശ്നം. അഴിമതിയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പൂർണ്ണമായും തെളിയിക്കപ്പെട്ടു. അതിൽ അവസാനത്തെ സത്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സത്യം എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാലും ഒരിക്കലും അത് പുറത്തു വരുമെന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കാണാനുള്ളത്. കേരളത്തിലെ ഈ മാഫിയ സംഘത്തെ സംബന്ധിച്ച് KPCCയുടെ പ്രസിഡന്റിന് വ്യക്തമായ ധാരണകൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം കളങ്കിതരായ ആളുകളെ മത്സരിപ്പിക്കാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. പുറത്തു പറയുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിലുള്ള മാഫിയ പ്രവർത്തനം ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടായിരുന്നു ഈ തർക്കം. ആ തർക്കത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു നിലപാട് സ്വീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാനാണ് ഇതിന്റെ നേതാവ് എന്ന്. അദ്ദേഹം നേതാവാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അഴിമതിയുടെയും തോന്നിവാസങ്ങളുടെയും നിഗൂഢ സംഘങ്ങളുടെയും നേതാവ് ഞാനാണെന്ന് പരസ്യമായ നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശരിയായ നിലപാടാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ശ്രീരാമകൃഷ്ണൻ, ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നാൽ ഒരു സർക്കാർ ചെയ്യേണ്ടത് എന്താണ്, ഭരണാധികാരികൾ ചെയ്യേണ്ടത് എന്താണ്? അത്തരമൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ ഈ നിമിഷം? ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി രാഷ്ട്രീയ ബോധ്യവും ധാർമ്മികതയുമുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, ആരോപണങ്ങൾ തെളിയിക്കപ്പെടുന്നതിന് വരെ അധികാര കേന്ദ്രത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത്. ഏറ്റവും വലിയ ഏകാധിപതികൾ എന്ന് വിശേഷിപ്പിച്ചിരുന്ന കേരളത്തിലെ ഭരണാധികാരികൾ പോലും ചെറിയ കോടതികളുടെ കമന്റുകളുടെ പേരിൽ രാജിവെച്ച് പുറത്തുപോയ അനുഭവമാണ് കേരളത്തിലുള്ളത്. അത് ശ്രീ കരുണാകരൻ തൊട്ട് KPCC കാര്യം മനസ്സിലായിട്ടുണ്ട്. അതൊന്നും എനിക്ക് ബാധകമല്ല. കഴിഞ്ഞ 4-5 കൊല്ലമായി കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെ കശാപ്പ് ചെയ്ത കശാപ്പായിട്ട് കൂടി ശ്രീ ഉമ്മൻചാണ്ടി ചരിത്രത്തിൽ ഇടം തേടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും ബാധകമല്ല. അതുകൊണ്ട് ജനകീയ കോടതിയിൽ ഈ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ സംബന്ധിച്ച് ഏറ്റവും മാരകമായ പരിശോധനയ്ക്കുള്ള അവസരമാണ് വരാൻ പോകുന്നത്. കടുത്ത വെല്ലുവിളി, കടുത്ത എതിർപ്പ് ജനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യെസ്, വളരെ നന്ദി ശ്രീ ശ്രീരാമകൃഷ്ണൻ. അതോടൊപ്പം അഡ്വക്കേറ്റ് PA സലീം. ഏറ്റവും പുതുതായി വരുന്ന വിവരം, 2013 ജൂലൈ 19 സരിത എഴുതിയ കത്ത്, തന്റെ കൈപ്പടയിൽ എഴുതിയ കത്ത് പുറത്തു വന്നിരിക്കുന്നു. അവിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെ ഗുരുതരമായ ലൈംഗിക ആരോപണം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വെച്ച് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു. അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി ബലാത്സംഗം ചെയ്തു. കേന്ദ്രമന്ത്രി ബലാത്സംഗം ചെയ്തത് ഒരു സംസ്ഥാന മന്ത്രിയുടെ വസതിയിൽ വെച്ച്. പല കേന്ദ്രമന്ത്രിമാർക്കും തന്റെ ശരീരം കാഴ്ചവെക്കാൻ രമേശ് ചെന്നിത്തലയുടെ PA നിർബന്ധിച്ചു എന്നും സരിത 2013 ജൂലൈ 19 എഴുതിയ കത്തിൽ കുറിച്ചിട്ടിരിക്കുന്നു.